നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ A.J. ക്രോണിനാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ഒരു നോവലിസ്റ്റാണ് ഡോക്ടർ A.J. ക്രോണിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ഫിസിഷ്യനാണ്, മാത്രമല്ല ഒരു റൈറ്ററും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും മിക്കപ്പോഴും ഇദ്ദേഹം കഥകളായിട്ടും മറ്റുമൊക്കെ എഴുതാറുള്ളത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് നമുക്കിപ്പോഴും പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ദ സെറാങ് ഓഫ് റാണഗഞ്ചി. സെറാങ് എന്ന് പറഞ്ഞാൽ സ്രാങ്ക്, അതായത് കപ്പലിലെ ബോട്ടിലേക്ക് ജീവനക്കാരെയാണ് നമ്മൾ സെറാങ് അല്ലെങ്കിൽ സ്രാങ്ക് എന്ന് പറയുന്നത്. റാണഗഞ്ചി എന്ന് പറയുന്നത് ഒരു കപ്പലിൻ്റെ പേരാണ്. സോ റാണഗഞ്ചി എന്ന് പറയുന്ന കപ്പലിലെ സ്രാങ്കിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ യൂണിറ്റിൽ പരാമർശിച്ച പോലെ തന്നെ ചലഞ്ചിങ്, അതായത് വെല്ലുവിളികളെ, ചലഞ്ചസിനെ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കഥയിലെയും പ്രധാനമായിട്ടുള്ള ഒരു തീമായിട്ട് വരുന്നത്. ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതുമൊക്കെ, ഇന്ത്യയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതുമൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ആ ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന് പറയുന്ന കപ്പലിലെ സ്രാങ്ക്. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു കോട്ടിലാണ്. ഒരാൾ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. "Look, my dear, did you ever in your life see such an absurdly comic creature, a smartly dressed woman, first-class passenger on the Ranaganji, about to sail from Liverpool on the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck." അപ്പോൾ ഇവർ നിൽക്കുന്നത് ലൈനറിലാണ്. ലൈനർ എന്ന് പറഞ്ഞാൽ കപ്പൽ. ലൈനറിൻ്റെ അപ്പർ ഡെക്കിലാണ്, അതായത് മുകളിലത്തെ ആ ഡെക്കിലാണ് എന്ത് ചെയ്യുന്നവർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. "Look, my dear, നോക്കൂ. Did you ever in your life see such an absurdly comic creature?" ഇത്രയും വിരൂപിയായിട്ടുള്ളൊരു ജീവിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഡയലോഗ്. ഈ ഡയലോഗിലാണ് കഥ തുടങ്ങുന്നത്. ഇത് ആരാണ് പറഞ്ഞതെന്നറിയാമോ? എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ, നന്നായിട്ട് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ, ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദി റാണഗഞ്ചി കപ്പലിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിൽ ഒരാളാണ് അവർ. എബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ഓൺ ദ ലോങ് വോയേജ് ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്ന് കടൽ മാർഗം ഒരുപാട് ദൂരമുണ്ട് കൽക്കട്ടയിലേക്ക്. ആ ദൂരം മുഴുവൻ സഞ്ചരിക്കാനായിട്ട് കപ്പലിൽ കയറിയിരിക്കുന്ന വ്യക്തിയാണ് മെയ്ഡ് ദിസ് റിമാർക്ക്, ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ആരോടാണ്? ഇൻ എ ഹൈ വെൽ ബ്രെഡ് വോയിസ് ടു ഹെർ കമ്പാനിയൻ. അവളുടെ കൂടെ ഒരു കമ്പാനിയൻ കൂടിയുണ്ട്, ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ആ സുഹൃത്തിനോടാണ് ഈ റിമാർക്ക്, ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇൻ എ വെൽ ബ്രെഡ് വോയിസ്, ഒരു വലിയ പ്രഭുവിൻ്റെ സ്വരത്തിൽ, വലിയ ആഢ്യത്വത്തോടു കൂടിയുള്ളൊരു സ്വരത്തിലാണ് അവർ ഈ റിമാർക്ക് നടത്തിയത്. എന്താണ്? ആരെയോ ചൂണ്ടിയിട്ട് ചോദിച്ചാണ്, ദേ ഇതുപോലെ ഒരു അഗ്ലി ആയിട്ടുള്ള, ഒരു വൃത്തികെട്ട ജന്തുവിനെ, ഒരു വിരൂപിയായിട്ടുള്ള ജന്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരെവിടെയാണ് നിന്നത്? ആസ് ദേ സ്റ്റുഡ് ബിഫോർ മീ ഓൺ ദ ലൈനേഴ്സ് അപ്പർ ഡെക്ക്. ലൈനറിൻ്റെ, അതായത് ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൽ, ഡെക്ക് എന്താണെന്ന് നമുക്കറിയാം, ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈനറിൻ്റെ അപ്പർ ഡെക്കിൽ, ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ A.J. ക്രോണിൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ A.J. ക്രോണിന് മുമ്പിലായിട്ട് നിന്നുകൊണ്ടാണ് തൻ്റെ കമ്പാനിയനോട് ആ സ്ത്രീ ഒരു വെൽ ബ്രെഡ് വോയിസിൽ ഈ ഒരു റിമാർക്ക് നടത്തിയത്. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയണ്ടേ? യെസ്, ഫോളോയിങ് ദിയർ അമ്യൂസ്ഡ് ഗെയ്സ്, അവരുടെ അതിശയത്തോടു കൂടിയുള്ള നോട്ടത്തെ ഞാനും പിന്തുടർന്നു. അങ്ങനെ ഞാൻ പിന്തുടർന്ന സമയത്ത് മൈ ഐസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്ക്വാട്ട്, എൻ്റെ കണ്ണുകൾ ഒരു സ്ക്വാട്ടിലുടക്കി. എന്താ സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ? തടിച്ച് കുറുകിയ, അതായത് തടിച്ച് പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനെയാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ സംസാരിച്ചത് ഒരു തടിച്ച് കുറുകിയ മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അയാളെക്കുറിച്ചായിരുന്നു. അങ്ങനെ ഇവരുടെ നോട്ടത്തെ പിന്തുടർന്ന് ഞാനും ഈ സ്ക്വാട്ടിൽ എത്തിച്ചേർന്നു. വെരി അഗ്ലീവ് നേറ്റീവ് സീമാൻ, അദ്ദേഹം ഒരു സമുദ്ര സഞ്ചാരിയാണ്, ഒരു സീമാനാണ്. വെരി അഗ്ലി, കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ലാത്ത
ഒരു സീമാനാണ്. വിത്ത് ഷോർട്ട് ലെഗ്സ്, കുറുകിയ കാലുകളും, ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, ഒരു വലിയ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു തലയും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആകൃതിയിൽ തന്നെ ഒരു വൈരൂപ്യം നിഴലിക്കുന്ന രൂപമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ ചൂണ്ടിയിട്ടാണ് സ്ത്രീ ആ റിമാർക്ക് നടത്തിയത്. ഐ റെക്കഗ്നൈസ്ഡ് ഹിം, പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആസ് ദി ഇന്ത്യൻ സെറാങ്ക്, അദ്ദേഹം ഇന്ത്യൻ സെറാങ്കാണ്, ഇന്ത്യയിൽ നിന്നുള്ള കപ്പൽ ജോലിക്കാരനാണ്, കപ്പലിലെ സെറാങ്കാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഓർ ക്വാർട്ടർ മാസ്റ്റർ, ആ കപ്പലിലെ ക്വാർട്ടർ മാസ്റ്റർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്, അതായത് അദ്ദേഹം ആരായിരുന്നു? ആ കപ്പലിലെ ഒരു ജോലിക്കാരനായിരുന്നു, ഒരു ക്വാർട്ടർ മാസ്റ്റർ ആയിരുന്നു, അതായത് ഒരു സെറാങ്ക് ആയിരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ആ സെറാങ്കിനെ ചൂണ്ടിയിട്ടാണ് ഈ സ്ത്രീ അടുത്ത് നിന്ന ആളോട് ഇങ്ങനെയൊരു റിമാർക്ക് നടത്തിയത്. ഇത്രയും വിരൂപിയായിട്ടുള്ളൊരു ജീവിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഹി വാസ് ക്വയറ്റ്ലി സൂപ്പറിൻറ്റൻഡിങ് ദി ക്രൂ ലാസ്കേഴ്സ് നൗ കംപ്ലീറ്റിംഗ് ദ ലോഡ്സ് ഓഫ് ബാഗേജ്. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു എന്നറിയാമോ? ഹി വാസ് ക്വയറ്റ്ലി, വളരെ ശാന്തനായിട്ട്, സൂപ്പറിൻറ്റൻഡിങ്, അദ്ദേഹം നിയന്ത്രിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയായിരുന്നു. എന്തിന്? ദ ക്രൂ ലാസ്കേഴ്സ് നൗ കംപ്ലീറ്റിംഗ് ദ ലോഡിങ് ഓഫ് ബാഗേജ്, ഈ ബാഗേജുകളുടെ, അതായത് ലഗേജുകളൊക്കെ, ഭാണ്ഡങ്ങളൊക്കെ ചുമന്ന് ഈ അവിടുത്തെ ജോലിക്കാർ, കപ്പലിലെ ജോലിക്കാർ കപ്പലിനകത്തേക്ക് ചുമന്ന് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചുമന്ന് വെക്കുന്നവരുടെ ആ ജോലിക്ക് മേൽനോട്ടം സൂപ്പർവൈസ് ചെയ്യുകയായിരുന്നു, സൂപ്പറൻറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ട് നിന്നത്. ലുക്സ് ഹാർഡ്ലി ഹ്യൂമൺ, വീണ്ടും ഡയലോഗ് വരികയാണ്, അതാണ് കോട്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു റിമാർക്ക് ഒരു സ്ത്രീ നടത്തി, അപ്പോൾ സ്ത്രീയുടെ കമ്പാനിയനോടാണ് നടത്തിയത്, അപ്പോൾ കമ്പാനിയൻ മറുപടി പറയണമല്ലോ. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ലുക്സ് ഹാർഡ്ലി ഹ്യൂമൺ എഗ്രീഡ് ദ മാൻ. ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുരുഷനാണ്. അപ്പോൾ മനുഷ്യൻ മറുപടി പറയുകയാണ്, ലുക്സ് ഹാർഡ്ലി ഹ്യൂമൺ, മനുഷ്യനായിട്ട് അയാളെ തോന്നുന്നതേ ഇല്ല. ആരെ പറ്റിയാണ് പറഞ്ഞത്? യെസ്, ഈ സെറാങ്കിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. മനുഷ്യനായിട്ട് തോന്നുന്നതേ ഇല്ല. വിത്ത് എ സുപ്പീരിയർ സ്മൈൽ. സുപ്പീരിയർ സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താ? താൻ എന്തോ വലിയവനാണെന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ എല്ലാവരും ഓക്കെയാണ്, അപ്പോൾ അയാളെന്തോ അബ്നോർമൽ ആയിട്ടുള്ളൊരു ക്രീച്ചറാണ് എന്നുള്ള രീതിയിലൊരു ചിരിയോടുകൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മറുപടി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം നിർത്തിയില്ല, വീണ്ടും അദ്ദേഹം ഒരു ആക്ഷേപത്തിൻ്റെ സ്വരത്തിൽ പറയുകയാണ്, ഇൻക്ലൈൻഡ് എ ചാപ്പ് ടു ബിലീവ് ദാറ്റ് ഡിയർ ഓൾഡ് ഡാർവിൻ വാസ് നോട്ട് ഓൾ ടുഗെദർ റോങ്. നമ്മുടെ ഓൾഡ് ഡാർവിൻ ഉണ്ടല്ലോ, ഡാർവിൻ മുത്തച്ഛൻ, അതായത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഡാർവിൻ മുത്തച്ഛൻ വാസ് നോട്ട് ഓൾ ടുഗെദർ റോങ്. അദ്ദേഹത്തിന് തെറ്റിയിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഡാർവിൻ പരിണാമ സിദ്ധാന്തം രചിച്ച ആളാണ്, അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ കർത്താവാണ് ഡാർവിൻ എന്ന് പറയുന്നയാൾ. പരിണാമ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ മനുഷ്യനെ കാണാൻ കുരങ്ങനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു വംശീയ അധിക്ഷേപം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. പക്ഷേ ഇത് അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നതാണ്. ഇത് നമ്മുടെ എ.ജെ. ക്രോണിൻ ഓവർ ഹിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റാരും കേൾക്കുന്നില്ല, സെറാങ്കും കേൾക്കുന്നില്ല സെറാങ്കിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ആക്ഷേപവാക്കുകളൊന്നും തന്നെ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം എന്ത് ചെയ്തു? നടന്നു. ദ വോയേജ് ബിഗൻ ഫേവറബിളി ഇൻ കാം ക്ലിയർ വെതർ. വളരെ കാമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു കാലാവസ്ഥയിലായിരുന്നു നമ്മുടെ വോയേജ്, കടൽ യാത്ര ആരംഭിച്ചത്. ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ള യാത്ര. വി ക്രോസ്ഡ് ദ ബേ ഓഫ് ബിസ്കേ വിത്തൗട്ട് സഫറിംഗ് അൺഡ്യൂലി ഫ്രം ദ ടർബുലൻറ്റ് വാട്ടേഴ്സ് ആൻഡ് സൂൺ വെയർ ത്രൂ ദ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ, ട്രാവേഴ്സിംഗ് ദ ട്രാങ്കിൾ മെഡിറ്ററേനിയൻ അണ്ടർ അസൂർ സ്കൈസ്. വി ക്രോസ്ഡ് ദ ബേ ഓഫ് ബിസ്കെ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. വിത്തൗട്ട് സഫറിങ് അൺഡ്യൂലി ഫ്രം ദ ടർബുലൻറ്റ് വാട്ടേഴ്സ്, കടൽക്ഷോഭമൊന്നും ഉണ്ടാവാതെ, പ്രത്യേകിച്ച് ഒലച്ചിലുകളൊന്നും ഇല്ലാതെ. അതായത് കടലിന് പല സമയത്തും പല സ്വഭാവമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവവും ഉണ്ടായില്ല. ടർബുലൻ്റ് വാട്ടേഴ്സ്, വെള്ളത്തിൻ്റെ ഭീകരമായിട്ടുള്ള ഒഴുക്കോ അല്ലെങ്കിൽ ആടി ഒലച്ചിലുകളോ ഒന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ബേ ഓഫ് ബിസ്കെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ആൻഡ് സൂൺ വെയർ ത്രൂ ദ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ, നമ്മൾ ജിബ്രാൾട്ടർ കടലിടുക്കിലേക്ക് കടന്നു. ട്രാവേഴ്സിംഗ് ദ ട്രാങ്കിൾ മെഡിറ്ററേനിയൻ അണ്ടർ അസൂർ സ്കൈസ്, നീലിമയേറിയ ആകാശത്തിൻ്റെ കീഴിൽ, അതായത് കാറും കോളും ഇല്ലാത്ത ആകാശത്തിൻ്റെ കീഴിൽ ശാന്തമായിട്ടുള്ള മെഡിറ്ററേനിയൻ കടലിലൂടെ നമ്മൾ എന്ത് ചെയ്തു? മുമ്പോട്ട് നീങ്ങി. ദ റാണഗഞ്ചി വാസ് എ ഓൾഡ് സ്റ്റൗട്ട് ഓൾഡ് ടബ്. റാണഗഞ്ചി എന്ന് പറയുന്ന കപ്പലൊരു വലിയ പഴയ കപ്പലായിരുന്നു. ടബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ തുണി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിനെയാണ് ടബ് എന്ന് പറയുന്നത്, വലിയ ചരുവത്തിനെ. പക്ഷേ ഇവിടെ ടബ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വെസൽ, അതായത് ഷിപ്പിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാൻഡ് ബൈ വൈറ്റ് ഓഫീസേഴ്സ്. ഈ രണഗഞ്ചിയിലെ നാവികരെന്ന് പറയുന്നത്, ക്രൂ എന്ന് പറയുന്നത് മിക്കവാറും വൈറ്റ് ഓഫീസേഴ്സാണ്. അതിലെ
ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വെള്ളക്കാരാണ്. വിത്ത് ആൻ എൻറ്റയർലി നേറ്റീവ് ഇന്ത്യൻ ക്രൂ. ഉയർന്ന ഉദ്യോഗസ്ഥർ വെള്ളക്കാരാണെങ്കിൽ അതിൽ ക്രൂ എന്ന് പറയുന്ന മറ്റുദ്യോഗസ്ഥരൊക്കെ എൻറ്റയർലി നേറ്റീവ് ഇന്ത്യൻസ് ആണ്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് അതിൽ മറ്റു ജോലികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കപ്പലായിരുന്നു റാണഗഞ്ചി എന്ന് പറയുന്നത്. I was the physician of the ship and was delighted by the balmy breezes and brilliant sunshine. I was the physician of the ship. ആ കപ്പലിലെ ഫിസിഷ്യൻ ഞാനായിരുന്നു, അതായത് ഡോക്ടർ ഞാനായിരുന്നു. ആൻഡ് വാസ് ഡിലൈറ്റഡ് ബൈ ദ ബാംബ്ലി ബ്രീസസ് ആൻഡ് ബ്രില്യൻറ്റ് സൺഷൈൻ. മനോഹരമായിട്ടുള്ള കാലാവസ്ഥ, അതായത് അവിടെ അടിച്ചിരുന്ന ഇളം കാറ്റും അതുപോലെ തന്നെ തിളങ്ങി നിന്ന സൂര്യനുമെല്ലാം വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. ഐ വാസ് ഡിലൈറ്റഡ്, ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു എന്നാണ് നമ്മുടെ ക്രോണിൻ പറയുന്നത്. The ship was crowded, packed with passengers from stem to stern. കപ്പലിൽ നല്ല ആളുണ്ടായിരുന്നു, കപ്പൽ നിറഞ്ഞ് കവിഞ്ഞ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ ഷിപ്പ് വാസ് ക്രൗഡഡ്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പാക്ഡ് വിത്ത് പാസഞ്ചേഴ്സ് ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. നമ്മൾ നഖശിഖാന്തം എന്നൊക്കെ പറയുന്ന പോലെ കപ്പലിൻ്റെ സ്റ്റെം മുതൽ സ്റ്റേൺ വരെ, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയൊക്കെ ആളുകൾ എന്ത് ചെയ്തിരുന്നു, നിറഞ്ഞിരുന്നു. ദ യൂഷ്വൽ ടൂറിസ്റ്റ് ആൻഡ് പ്ലഷർ സീക്കേഴ്സ്. എന്നിട്ടുള്ളതിൽ മിക്കുള്ളവരും ആരൊക്കെയായിരുന്നു? യൂഷ്വൽ ടൂറിസ്റ്റുകളും പ്ലഷർ സീക്കേഴ്സും, അതായത് വിനോദസഞ്ചാരികളും ഒക്കെ ആയിരുന്നു. ടുഗെദർ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. മെനി ഓഫ് ഹൂം വെർ അക്കമ്പനീഡ് ബൈ ദർ വൈഫ്സ് ആൻഡ് ഫാമിലീസ്. ആ ആംഗ്ലോ ഇന്ത്യൻ ഓഫീസേഴ്സിൻ്റെ കൂടെ ചിലപ്പോൾ ഭാര്യമാരോ അവരുടെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രം ദ ഫസ്റ്റ് നൈറ്റ് ഔട്ട് ദർ വാസ് എ ട്രെമൻഡസ് ഗെയ്റ്റി ഓൺ ബോർഡ്. ഒന്നാമത്തെ രാത്രി മുതൽ തന്നെ, ആദ്യത്തെ ദിവസം മുതൽ തന്നെ ദർ വാസ് എ ട്രെമൻഡസ് ഗെയ്റ്റി ഓൺ ബോർഡ്. ഗെയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഹ്ലാദം. വളരെ സന്തോഷഭരിതമായിട്ടുള്ള ഒരു ആഹ്ലാദം മുഹൂർത്തങ്ങളായിരുന്നു ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ കപ്പലിൽ എന്ത് ചെയ്ത് അരങ്ങേറിയിരുന്നത്. ദ ചീഫ് അമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ് വാസ് മിസ് ജോബ് സ്മിത്ത്. ഈ പരിപാടികളുടെയൊക്കെ, അതായത് ഈ ഒരു ആഹ്ലാദത്തിൻ്റെയൊക്കെ ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആളെന്ന് പറയുന്നത് വാസ് മിസ് ജോബ് സ്മിത്ത്. മിസ് ജോബ് സ്മിത്ത് എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു നേതൃത്വം എന്ന് പറയുന്നത്. ഈ മിസ് ജോബ് സ്മിത്ത് ആരാണെന്നറിയാമോ? ദ വുമൺ ഹൂം ഐ ഹാഡ് ഓവർ ഹെഡ് ഓൺ ദ ബോട്ട് ഡെക്ക് ദ മോർണിംഗ് ഓഫ് അവർ ഡിപ്പർച്ചർ. നമ്മൾ പുറപ്പെട്ടതിൻ്റെ അന്ന് രാവിലെ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്തായിരുന്നു. ഒളിഞ്ഞെന്ന് കേട്ടായിരുന്നു. ഒളിഞ്ഞെന്ന് കേട്ടതല്ല, ശരിക്കും അവർ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തായിരുന്നു? കേട്ടായിരുന്നു. അതായത് മറ്റേ നമ്മുടെ സറാങ്കിനെ കുറിച്ച് ഒരു റിമാർക്ക് നടത്തിയ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയാണ് മിസ് ജോബ് സ്മിത്ത്. ഇനി ജോബ് സ്മിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാഡ്ജ് ജോബ് സ്മിത്ത് വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. അവരൊരു ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, വളരെ ആക്റ്റീവായി നടക്കുന്നൊരു സ്ത്രീയായിരുന്നു. ഒബ്വിയസ്ലി ഓവർ 30, 30 വയസ്സിന് മേലെ പ്രായം കാണും. ഗോട്ട് അപ്പ് ഇൻ എ ഡാഷിങ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. പക്ഷേ അവർ വസ്ത്രം ധരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റൈലും ഒക്കെ എന്താണ്, പിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ 30 വയസ്സ് എന്ത് ചെയ്യില്ല, തോന്നിക്കില്ല. ഗോട്ട് അപ്പ് ഇൻ എ ഡാഷിങ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചെറുപ്പം തോന്നിക്കുന്നതിന് വേണ്ടി ഒരു ഡാഷിങ് സ്റ്റൈൽ, ഒരു അട്രാക്റ്റീവ് സ്റ്റൈലിലൊക്കെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ് ബട്ട് എ ബോർ. സ്നോബ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരി. അവരൊരു പൊങ്ങച്ചക്കാരി മാത്രമായിരുന്നില്ല, ബട്ട് എ ബോർ. നല്ല ഒന്നാം തരം ബോറായിരുന്നു. ആൻ അസർട്ടീവ് ബോർ. നല്ല ഒന്നാം തരം ഒരു ബോറൻ സ്ത്രീയായിരുന്നു അവർ. വി റീച്ച്ഡ് പോർട്ട് സെയ്ദ്. നമ്മൾ സെയ്ദ് തുറമുഖത്ത് എത്തിച്ചേർന്നു. എവ്രി വൺ വെൻറ്റ് അഷോർ എക്സൈറ്റഡ്ലി. എല്ലാവരും വളരെ ആവേശഭരിതരായിട്ട് കരയിലേക്ക് പോയി. ആൻഡ് കെയിം ബാക്ക് വിത്ത് സിൽക്സ്, ഷോൾസ്, സിഗരറ്റ്സ്, സെൻറ്റ് ആൻഡ് ജ്വല്ലറി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്തു, തിരികെ ബോട്ടിലേക്ക് വന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സിൽക്കും ഷോളും സിഗരറ്റും സെൻറ്റും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് അവരെന്ത് ചെയ്തു, തിരിച്ചു വന്നു. ദെൻ വി വെർ ത്രൂ ദ റെഡ് സീ. പിന്നെ നമ്മുടെ യാത്ര ചെങ്കടലിലൂടെ ആയിരുന്നു. പാസ് ദ ബാരൻ റോക്സ് ഓഫ് ഏഡനിലെ ബാരൻ റോക്സ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, മുമ്പോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ആൻഡ് ഔട്ട് അപ്പോൺ ദ വൈഡ് അറേബ്യൻ സീ. എന്നിട്ട് നമ്മൾ എവിടേക്ക് ചെന്നു? അറേബ്യൻ സീയിലേക്ക് എന്ത് ചെയ്തു, കടന്നു. ഓൺ ദ ഫോളോയിങ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, ആസ് ഐ ഹെൽഡ് മൈ കൺസൾട്ടേഷൻസ് ഇൻ ദ സർജറി അഡ്ജോയിനിങ് മൈ ക്യാബിൻ. എൻ്റെ ക്യാബിൻ്റെ അടുത്തുള്ള ഒരു മുറിയിൽ ഞാൻ കൺസൾട്ടേഷനൊക്കെ നടത്തുന്ന സമയത്ത് ദ സെറാങ്ക് ഹസൻ അപ്പിയേർഡ്. നമ്മുടെ സെറാങ്ക് ആയിട്ടുള്ള ഹസൻ വന്നു. ബ്രിങ്ങിങ് വിത്ത് ഹിം 2 ഓഫ് ഹിസ് ലാസ്കർ ഡെക്ക് ഹാൻഡ്സ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നത്, 2 ഡെക്ക് ഹാൻഡ്സിനെയും കൊണ്ടാണ് വന്നത്. അതായത് 2 ജോലിക്കാരെയും കൊണ്ടാണ് എന്ത് ചെയ്ത് വന്നത്, ഡോക്ടറെ കാണിക്കാനാണ് വന്നത്. ഹി ഇൻക്ലൈൻഡ് ഹിസ് ഹെഡ് ഇൻ എ റെസ്പെക്റ്റ്ഫുൾ സലാം ആൻഡ് അഡ്രസ്ഡ് മീ. അദ്ദേഹം വന്നിട്ടൊന്ന് എന്ത് ചെയ്തു, ബഹുമാനത്തോടുകൂടി എന്ത് ചെയ്തു, ഒന്ന് വണങ്ങി.
ഹിസ് വോയിസ് വാസ് ഹൊയേഴ്സ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഹൊയേഴ്സ് ആയിരുന്നു. മീൻസ് പരുക്കൻ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം പരുക്കനായിരുന്നെങ്കിലും അദ്ദേഹം സംസാരിച്ച മാനർ പരുക്കനായിട്ടല്ലായിരുന്നു. ഹിസ് വോയിസ് വാസ് ഹൊയേഴ്സ് ഇറ്റ് ഹാഡ് എ സ്റ്റഡി അണ്ടർ ടോൺ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അങ്ങനെ ആയിരുന്നുവെങ്കിലും ജന്മന, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് വളരെ സ്റ്റഡി ആയിട്ടുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദീസ് മെൻ ആർ സിക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന 2 പേർക്കും അസുഖമാണെന്ന് എനിക്ക് എന്ത് ചെയ്യുന്നു തോന്നുന്നു എന്നാണ് അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞത്. ദ സീമെൻ ഡിഡ് നോട്ട് ലുക്ക് വെൽ. കണ്ടിട്ടും അവർക്ക് അസുഖമാണെന്നാണ് തോന്നുന്നത്. അവരത്ര ഓക്കെ അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. ദ കംപ്ലൈൻറ്റ് ഓഫ് ജനറൽ മലൈസ് ഓഫ് ഇൻറ്റൻസ് ഹെഡ് ഏക്ക് ആൻഡ് റേക്കിംഗ് ബോൺ പെയിൻസ്. അവർക്ക് മലീസ് ശാരീരിക അസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ഇൻറ്റൻസ് ഹെഡ് ഏക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദനയും ആൻഡ് റേക്കിംഗ് ബോൺ പെയിൻസ് ഭയങ്കരമായിട്ടുള്ള ശരീരം വേദന, അതായത് ഈ അസ്ഥികളൊക്കെ വേദനയൊക്കെ ഉണ്ടെന്ന് അവരെന്ത് ചെയ്തു, ഡോക്ടറോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. ദേ ലുക്ക്ഡ് ഫ്രൈറ്റൻഡ് ടു ആസ് ഐ ആസ്ക്ഡ് ദം ടു സ്ട്രിപ്പ് ആൻഡ് ബിഗാൻ മൈ എക്സാമിനേഷൻ. അവരോട് ഞാൻ സ്ട്രിപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അതായത് അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ ശരീരം ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ദേ ലുക്ക്ഡ് ഫ്രൈറ്റൻഡ് ടു, അവർ ഭയചകിതരായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ബോത്ത് വെയർ ഫീവേഡ്, 2 പേർക്കും പനിയുണ്ട്. വിത്ത് തിക്ലി ഫർഡ് ടങ്സ് ആൻഡ് ദാറ്റ് ഡ്രൈ സ്കിൻ. അവരുടെ സ്കിന്ന് ചർമ്മമൊക്കെ വരണ്ടിരുന്നു. അതുപോലെ തന്നെ അവരുടെ നാക്കൊക്കെ തിക്ലി ഫർഡായിരുന്നു, അതായത് നാക്കിലൊക്കെ കട്ടിക്ക് പാട കെട്ടിയിരുന്നു. വിച്ച് ഈസ് നേച്ചേഴ്സ് ഗ്രേവസ്റ്റ് വാർണിംഗ്. അത് പ്രകൃതിയുടെ ഒരു വലിയ മുന്നറിയിപ്പാണ്. ഈ ലക്ഷണങ്ങൾ, ഈ സിംറ്റംസ് എല്ലാം തന്നെ ഒരു വലിയ വാർണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. ആൻഡ് ദെൻ ടു മൈ ഹൊറർ my palpitating fingers became aware of scattering of hard little nodules under the wrist skin of each man. അതിശയമെന്ന് പറയട്ടെ, ഞാനത് കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. എന്താ സംഭവിച്ചത്? ടു മൈ ഹൊറർ മൈ പാൽപിറ്റേറ്റിംഗ് ഫിംഗേഴ്സ് ബിക്കെയിം അവെയർ ഓഫ് സ്കാറ്ററിങ് ഓഫ് ഹാർഡ് ലിറ്റിൽ നൊഡ്യൂൾസ്. ചെറിയ ചുണങ്ങുകൾ, ചെറിയ കുരുക്കൾ എൻ്റെ കയ്യിൽ എന്ത് ചെയ്തു, വന്ന് പെട്ടു. ഞാനിങ്ങനെ അവരുടെ ശരീരം പരിശോധിക്കുന്ന സമയത്ത് അണ്ടർ ദ റിസ്റ്റ് സ്കിൻ ഓഫ് ഈച്ച് മാൻ, ഓരോ മനുഷ്യൻ്റെയും 2 പേരുണ്ടായിരുന്നല്ലോ, 2 പേരെ ഞാനിങ്ങനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ റിസ്റ്റ് സ്കിന്നിന് താഴെയായിട്ട്, അതായത് അവരുടെ പുറങ്കൈയുടെ പിന്നെ തൊലിയിലായിട്ട് നൊഡ്യൂൾസ്, അതായത് ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവരുടെ ഈ ശാരീരിക ലക്ഷണങ്ങളും പിന്നെ ഈ ശരീരത്തിൽ കണ്ട കുരുക്കളുമൊക്കെ ഒന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നേരത്തെ പറഞ്ഞ വാർണിംഗ് ഇതാണ്. ഇറ്റ് വാസ് ആൻ അൺമിസ്റ്റേക്കബിൾ സിംറ്റം ഓഫ് സ്മോൾ പോക്സ്. സംശയം വേണ്ട, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് മറ്റൊന്നുമല്ല, സ്മോൾ പോക്സ് ആണ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിക്കൻ പോക്സ്. അന്ന് മാരകമായിട്ടുള്ളൊരു അസുഖമായിരുന്നു ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മരണം വരെ സംഭവിച്ചേക്കാവുന്ന, അതിഭീകരമായിട്ട് പടർന്നു പോയേക്കാവുന്ന ഒരു രോഗമാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഡോക്ടർ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ഭയന്നുപോയി ഡോക്ടർ. യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ. ഞാൻ വളരെ യുവാവാണ്. ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ. എൻ്റെ ജോലിയിൽ അത്ര വലിയ അനുഭവ സമ്പത്തൊന്നും ഉള്ള ആളല്ല. ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിങ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. ഞാൻ പെട്ടെന്ന് പരിഭ്രമിച്ചു പോയി. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ഓൾട്ടേർഡ് വിസിബിളി for although the Sarang said nothing, his lined and battered face assumed a look of deeper gravity. പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഒരു മുഖത്ത് വന്ന ഭാവം മാറ്റേണ്ടതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഓൾദോ ദ സെറാങ്ക് സെഡ് നത്തിങ്, നമ്മുടെ സെറാങ്ക് ഒന്നും പറഞ്ഞില്ല എങ്കിലും, പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല എങ്കിലും, ഹിസ് ലൈൻഡ് ആൻഡ് ബാറ്റേഡ് ഫേസ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രാവിറ്റി, ഒരു ഭീകരമായിട്ടുള്ളൊരു ഗൗരവം എന്ത് ചെയ്തു കടന്നു വന്നു. അതായത് ഒരു ഗൗരവമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നതെന്ന് സെറാങ്കിനും എന്ത് ചെയ്തു, മനസ്സിലായി. അതെൻ്റെ മുഖത്തു നിന്നുള്ള എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായതാണ്. ഒരിക്കലും അത് കാണിക്കാൻ പാടില്ലായിരുന്നു. ഹറിഡ്ലി വിത്ത് എ ബീറ്റിംഗ് ഹാർട്ട് ഐ മെയ്ഡ് മൈ വേ ടു ദ ബ്രിഡ്ജ്. പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രിഡ്ജിലേക്ക് പോയി. കപ്പലിൻ്റെ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു പോയി. ആരെയോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, പോയത്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ കപ്പലിൻ്റെ എന്ത് ചെയ്തു, ബ്രിഡ്ജിലേക്ക് പോയി. മിടിക്കുന്ന ഹൃദയത്തോടുകൂടി ബ്രിഡ്ജിലേക്ക് പോയി. സോ നമ്മുടെ ഡോക്ടർ ആരെയാണ് കാണാൻ പോയത്, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.